Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. வானோடு தீட்டி வைத்ததா தரை இறங்கி வந்து ஆடுகின்றது நிலாவை கூட்டி வந்ததா. എന്റെ തൊണ്ടയ്ക്ക് കിച്ച്കിച്ചാണോ? വിക്സ് ഗുളിക മേടിച്ചേരട്ടെ? ഹേയ്, അതൊന്നും വേണ്ട. അല്ല, നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഒറ്റയ്ക്ക് മിണ്ടാൻ എനിക്കെന്താ പ്രാന്തോ? ഒറ്റയ്ക്കല്ല, ഞാന് ബാക്കിലുണ്ടല്ലോ. എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും പറയൊക്കെ ചെയ്തൂടെ? എനിക്കാണെങ്കിൽ ഇങ്ങനെ 5 മിനിറ്റിൽ കൂടുതൽ മിണ്ടാതിരിക്കുമ്പം പറ്റത്തില്ല. നീയും പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പെന്താ ഇങ്ങനെ? എപ്പോഴും മനുഷ്യന് ഒരേ സാഹചര്യത്തിൽ കൂടെ അല്ലല്ലോ കടന്നു പോകുന്നത്. നിന്റെ ഫിലോസഫി ഒക്കെ ഒന്ന് നിർത്ത്. എനിക്കത് തീരെ പറ്റുന്നില്ല കേട്ടോ. നീ ഇങ്ങനെ ബിഹേവ് ചെയ്യണത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പെന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ഇതിനൊക്കെ കാരണം ഞാനാണല്ലേ? എന്നാര് പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലൊക്കെ സത്യം അതാ. ഞാൻ കാരണം നീ ഇപ്പോ എങ്ങനെ ആയത്? പണ്ട് ചിരിക്കുടുക്ക പോലെ ഏത് നേരം ചിരിച്ചോണ്ടിരുന്ന ആളാ. ഇപ്പം കമാന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോ ഇതിനൊക്കെ കാരണം അന്ന് കോളേജിൽ നടന്ന നോക്ക്. നീയല്ലേ പറഞ്ഞേ കോളേജിൽ നടന്ന കാര്യമൊക്കെ മറന്നേക്കുന്ന്. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ മറന്ന്. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് തല പുണ്ണാക്കാൻ നിക്കണ്ട. അപ്പൊ പിന്നെന്താ നീ കാഷ്വലായിട്ട് മിണ്ടിയും ചിരിച്ചും വരാത്തെ? നീ അല്ലെങ്കിൽ ഇങ്ങനൊന്നല്ലല്ലോ. ഏത് നേരം എന്നെ എന്തെങ്കിലും പറഞ്ഞ് ട്രിഗർ ചെയ്തോണ്ടല്ലേ നിക്കത്തുള്ളൂ. ഇപ്പെന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? അത് പിന്നെ പണ്ട് നിന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം എല്ലാം അറിഞ്ഞല്ലോ. അറിഞ്ഞിട്ടും ഞാൻ നിന്നെ അങ്ങനെ ചെയ്യുന്നത് അതൊട്ടും ശരിയല്ല. അത് മാത്രല്ല, വേറൊരാളെ മനസ്സ് കൊണ്ടെടുക്കുന്ന പെണ്ണിനെ ഞാന് ഋഷിക്ക് അപ്പോ ഞാൻ അലക്സിനെ സ്നേഹിച്ച കാര്യം അറിഞ്ഞോ ഋഷി? ദേ, ഞാൻ നിന്റെ അവന്റെ കാര്യം അറിഞ്ഞെന്ന് കരുതി നീ പേടിക്കൊന്നും വേണ്ട. നീ എന്നെ റിജക്ട് ചെയ്തെന്ന് കരുതിയേ ഞാനിത് ആരോടും പോയി പറയത്തൊന്നുമില്ല. ഞാന് അത്രക്കാരൻ നെഹിഹേ. ഋഷി, തുടക്കത്തില് ഇത് കുറച്ച് പെയിൻഫുൾ ആണെങ്കിലും ഇത് റിയാലിറ്റി മനസ്സിലാക്കിയപ്പോഴേ എനിക്ക് എന്നോട് തന്നെ ചിരി വരാ. കാരണം 2 years ആയിട്ട് ഞാൻ നിന്നെ ഓടിച്ചിട്ട് പ്രണയിക്കായിരുന്നല്ലോ. നിന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് പോലും അറിയാണ്ട്. ഋഷി, ഞാന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കണ്ടിട്ട് ഞാൻ ഇപ്പോഴും നിന്നോട് അതേ ഫീലിങ്സിൽ സംസാരിക്കണേന്ന് നീ ഒരിക്കലും വിചാരിക്കില്ലേ? അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ മൂവ് ഓൺ ആയി. സത്യം പറയാലോ, അല്ലേലും നിനക്ക് എന്നെക്കാട്ടും മാച്ച് അവൻ തന്നെയാ. അല്ല, എന്നോട് മിണ്ടാൻ പറഞ്ഞിട്ട് നീ എന്തെങ്കിലും സൈലന്റ് ആയിട്ടിരിക്കുന്നേ? എന്ത് പറ്റി? അത് പിന്നെ നിന്റെ മൈൻഡിനെ കുറിച്ച് ഡ്രീം കാണുമായിരിക്കും അല്ലേ? ഡ്രീം കാണാൻ പറ്റിയ മുതലും അതൊക്കെ ഞാൻ അപ്പൊ തന്നെ അവനെ എന്റെ മനസ്സിന്ന് വലിച്ചെറിഞ്ഞതാ. പക്ഷേ ഇതും നല്ലേനാ. തൽക്കാലം നീ നിന്റെ മനസ്സില് ഞാൻ എപ്പോഴും അലക്സിനെ എന്നെ സ്നേഹിക്കണെന്ന് വിചാരിക്കുന്നതാ നല്ലത്. നീ എന്തായാലും മൂവ് ഓൺ ആയെന്നറിഞ്ഞാല് സന്തോഷം. കാരണം ഋഷിക്ക് എന്നെ പോലെ ഒരു പെണ്ണിനല്ല ഒരിക്കലും കിട്ടേണ്ടത്. അവന് ലോയലാ. അവന് എന്നിലും മികച്ചൊരാളെ എന്തായാലും ദൈവം കൊടുക്കും. അതുകൊണ്ട് എന്ത് നടന്നോ അതൊക്കെ നല്ലതിന് തന്നെയാ. ഹലോ, എന്തേ ഡ്രീമിന്ന് പുറത്ത് വന്നില്ലേ? വണ്ടി നേരെ നോക്കി ഓടിക്കേ. എന്നാൽ എന്റെ ഋഷി, നിന്റെ ഒക്കെ ഒരു യോഗം നോക്കണേ. നീ 2 കൊല്ലായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പെണ്ണിനെ വേറൊരു ലൈൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അവളെ തന്നെ ബൈക്കിൽ ബാക്കിൽ ഇരുത്തിച്ച് കൊണ്ടുപോണൊരു ഗതികേടുണ്ടല്ലോ. ഈ ഒരു ഗതികേട് ശത്രുവിന് പോലും വരരുത്. അല്ല ബേബ്, ഞാൻ പറഞ്ഞിട്ട് എന്നെ വിളിക്കണ്ടാണ്. അത് ശരി, നീ പറയണത് ഞാൻ എന്തിനാ കേൾക്കുന്നേ? നീ എന്താ എന്റെ ലവറാണോ? നീ പറഞ്ഞ ഞാൻ കേൾക്കാനേ? ഋഷി, ഓ എന്താ ബേബി? എന്താടാ കുട്ടാ, ദേഷ്യം വരുന്നോ? അല്ല, നീ അവനെ സ്നേഹിക്കണതും അവൻ നിന്നെ സ്നേഹിക്കണതൊക്കെ അത് നിങ്ങൾ തമ്മിലുള്ള കാര്യ. ബട്ട് അതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് നിന്നെ എങ്ങനെ വേണമെങ്കിലും കാണാലോ. അങ്ങനെ പറഞ്ഞ ഐ മീൻ ഫ്രണ്ടായിട്ട് കാണാം, എന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ടായിട്ട് കാണാം, എന്റെ ഫാമിലി ഫ്രണ്ടായിട്ട് കാണാം, കോളേജ് മേറ്റ് ആയിട്ട് കാണാം, പിന്നെ
അത് നീയാണോ തീരുമാനിക്കുന്നേ? നിനക്കെന്നെ അറിയാലോ, ഞാനേ വേറൊരാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണാ. അയിനെ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നീ നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എങ്ങനെ ശരിയാവും? അതൊന്നും ശരിയാവത്തില്ല. അതിന് ഞാന് അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ അത് പറയാനല്ലേ വരുന്നേ? എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അപ്പോ ഞാൻ അങ്ങനെ പറയണമെന്നാണോ നീ ആഗ്രഹിക്കുന്നേ? ഇവനിത് എനിക്ക് തന്നെ താങ്ങാണല്ലോ. ചുറ്റി വലിച്ച് ഒക്കെ എന്റെ തലയിൽ കൊണ്ടിടില്ലേ? നീയല്ലേ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞിക്കാ? അത് പിന്നെ ഒന്നുമില്ല. എങ്ങനെയോ പഴയ ഋഷിനെ തിരിച്ചു കിട്ടിയില്ലേ? അത് മതി എനിക്ക്. എപ്പോഴും നീ ഇതുപോലെ ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കണം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തേ, ഇതിനു മുന്നേ നീ ട്രെയിൻ കണ്ടിട്ടില്ലേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓർമ്മ വരുന്നില്ല. നമ്മള് ട്രെയിനിൽ പോവാൻ നേരത്ത് കമ്പനിയായിട്ട് തല്ലി പിടിക്കണതൊക്കെ ഓർമ്മ വരാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഓർമ്മ വരുന്നില്ല. എന്ത്? അങ്ങനെ എന്താണാവോ ഒരുപാട് കാര്യങ്ങള്. പണ്ട് ട്രെയിനിൽ അടി ഉണ്ടാക്കിയതൊക്കെ ഇപ്പോഴും നീ ഓർക്കുന്നുണ്ടല്ലേ? പിന്നെ അല്ലാതെ അതിലും പണ്ട് നമ്മൾ ഒരിക്കലും എല്ലാരും കൂടെ ചേർന്ന് ഫാമിലി ആയിട്ടേ ചേച്ചിന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയത് ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ട്. കഷ്ടകാലത്തിന് അന്നാണെങ്കിൽ ആ കൂടെ ട്രെയിനിൽ ഒരു വിൻഡോ സീറ്റ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോ ഞാനും തമ്പരും ആ വിൻഡോ സീറ്റിന് വേണ്ടി വഴക്കിടുമ്പം ചേട്ടന് ഞങ്ങൾ രണ്ടുപേരും സോപ്പിട്ടിട്ടെ ചേച്ചിക്ക് വേണ്ടി വിൻഡോ സീറ്റ് മേടിച്ചത് ഓർക്കുന്നുണ്ടോ? കാരണം അപ്പൊ ചേട്ടന് ചേച്ചി എന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുള്ള സമയമായിരുന്നു. ആ സമയത്തെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞ് വെറുതെ ഇപ്പൊ എന്തിനാ കൊതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഓളൊരു മെമ്മറി. ദേ വാ അടച്ചിരിക്കാൻ പറ്റിയെങ്കിൽ വാ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇറക്കിട്ടിട്ട് ഞാൻ പോവും പറഞ്ഞേക്കാം. അപ്പൊ പറയാണ്ട് പറയാ, നിങ്ങളെ സ്വർഗത്തില് ഞാൻ ഇപ്പോഴൊരു കട്ടറുമാണ്. അപ്പൊ ചേട്ടന്റെ മനസ്സില് ഏതോ ഒരു മൂലയ്ക്ക് ഇപ്പോഴും പൈങ്കിളി നിർത്തിക്കോ. പൈങ്കിളി മതി, ഇതിൽ കൂടുതലായാലേ ചിലപ്പം ഇവിടെ ഇട്ടെറിഞ്ഞു പോയാലും പോവും. പറയാൻ പറ്റത്തില്ല, നിന്റെ ചേട്ടനല്ലേ. തമാശ, ഒരു തമാശ പറഞ്ഞതില്ലേട്ടാ. ആരെന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ട്രെയിന് പോയി തയ്യാറായി, വേഗം വണ്ടി എടുക്കേ. ജസ്റ്റ് മിസ്. അതൊന്നും പറ്റത്തില്ല. അങ്ങനെ പതുക്കെ പോണെങ്കി അത് ഗോതമ്പിന്റെ കാന്താരിയായിട്ട് പറയണം. എന്നാ പിന്നെ പതുക്കെ പോണതിനെ പറ്റി ആലോചിക്കാം. ഇപ്പൊ പറഞ്ഞതല്ലേ, എങ്ങനെങ്കിലും പോ, എനിക്കെന്താ? സ്പീഡിൽ പോണത് പേടിയാണെങ്കിൽ പോലും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. ആയിക്കോട്ടെ. അല്ല, ഈ നേരത്തെ താരാ ആ ഫോണൊന്നും എടുത്തേ. എന്നോടൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ തന്നെ താരം എടുത്തോ. വണ്ടി ഓടിക്കില്ല കാന്താരി, എങ്ങനെ ഫോൺ എടുക്കാനാ? പ്ലീസ് ആ ഫോണൊന്നും എടുക്കേ. ഇല്ലെന്ന് പറഞ്ഞില്ലേ, തനിക്കെന്താ ഒരേട്ടം പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ചോ, വേണ്ടെങ്കി വേണ്ട. നമുക്ക് ഫോൺ ഒരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ എടുക്കണ്ട. ചിലപ്പോഴേ മണിക്കുട്ടനായിരിക്കും, അവരൊക്കെ വേറെ റൂട്ടായിരിക്കേ. ഞാനെങ്ങാനും റൂട്ട് തെറ്റിയോണ്ട് വിളിച്ചതായിരിക്കും. അതേതായാലും കുഴപ്പമില്ല. റൂട്ട് തെറ്റിയാൽ എന്താ, നമുക്കൊരു ലോങ് ഡ്രൈവ് ആയാ പോരെ? അല്ലേലും എല്ലാരും കൂടെ പോയി കഴിഞ്ഞാ നമുക്ക് എങ്ങനെയാ ഒരു പ്രൈവസി കിട്ടുന്നേ? ഇതാകുമ്പോ നമുക്ക് ഒറ്റയ്ക്ക് പോവാലോ. എന്തേ ഇപ്പൊ എന്താ ഫോൺ എടുക്കണം? എടുക്കാം. ബ്ലൂടൂത്ത് അതും കൂടെ ചെവിലൊന്ന് വെക്കണേ, എന്നാലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ വിധി.
ഹലോ, ഹേ സാനു, നീയോ? സാനു, അതാരേ? ഇതിനായിട്ടും ഇങ്ങനൊരു പേര് കേട്ടതേയില്ലല്ലോ. അല്ല, നീ ഇപ്പൊ എവിടെ? ഇപ്പൊ കാണാനല്ലോ. അവസാനായിട്ട് അന്ന് ആ ബീച്ചിൽ വെച്ച് കണ്ടതാ. അല്ല, അതിനുശേഷം ഒരു അഡ്രസ്സും ഇല്ലല്ലോ. എന്തേ, നമ്മളൊക്കെ മറന്നോ? ബീച്ചിൽ വെച്ച് കണ്ടിക്കേ. അപ്പോ നമ്മള് മാത്രമേ മിസ്സൊക്കെ ചെയ്യുന്നുള്ളൂ. എങ്ങോട്ട് നമ്മള് മിസ്സിംഗ് ഒന്നും ഇല്ലല്ലേ? ആയിക്കോട്ടെ. കാര്യം മിസ്സിംഗ് വരെയൊക്കെ എത്തിയോ? അല്ല, ആരായിരിക്കും? അല്ല, നീ എപ്പോഴാ ഫ്രീ ആവുന്നേ? വേറെ എന്തിനെ മീറ്റ് ചെയ്യാനെന്നേ? എനിക്കെന്ത് ബിസി, ഞാൻ എപ്പോഴും ഫ്രീ അല്ലേ. നീ ഒന്ന് വിളിച്ചാ മതിയെന്നേ. ഓടിയെത്തും ഞാന്. ഓടിയെത്തുന്നോ? അതിനാദ്യം രണ്ട് കാറുണ്ടായില്ലേ, അത് ആദ്യം ഓടിച്ച് അടുപ്പിൽ വെക്കാടാ. ഓ, എളിക്കിനെ കണ്ടില്ലേ? രാജദ്രോഹി. ആ, ഓക്കെ. ഞാനിപ്പോ ചെറിയൊരു ഡ്രൈവിലാ. ഞാനേ വീട്ടിലെത്തിയിട്ട് നമുക്ക് സാവധാനം സംസാരിക്കാം. ആ, ആയിക്കോട്ടെ. വീട്ടിലെത്തിയിട്ട് സാവധാനം സംസാരിക്കേ. ഇപ്പൊ ശരിയാക്കി തരാടാ. ഹലോ, ആരാടി? നീയോ? ഇപ്പൊ നിനക്കൊന്നും വേണ്ടാനില്ലേ? എന്തേ വാടച്ചു പോയോ? ഹലോ ഹലോ, ഗൗതം. എടാ സനീഷേ, ഞാനേ വണ്ടി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അതാ അവള് ഫോൺ എടുത്തേ. എന്തായാലും ഞാൻ വീട്ടിലെത്തിട്ട് വിളിക്കാട്ടോ. ഓക്കേടാ. സനീഷോ? അല്ല, ഇത്ര നേരം സനുന്നല്ലേ വിളിച്ചേ? അവർ കൺഫ്യൂഷൻ അടിക്കണ്ട. അവന്റെ പേര് സനീഷ് എന്നാ. ചുമ്മാ ഞങ്ങള് ഫ്രണ്ട്സ് അവനെ കളിയാക്കി സനുന്ന വിളിക്കുക. അതാ. എന്നാലും ഓരോ ഏതപ്പുറം ആലോചിച്ച് കൂട്ടൊന്നും വേണ്ട. അത് പിന്നെ ഡ്രൈവ് ചെയ്യാൻ നേരത്തെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതാ ഞാൻ മേടിച്ച് സംസാരിച്ചേ, അല്ലാതെ വേറൊന്നല്ല. ഓഹോ, എന്തേ മനസ്സിലായോ? മനസ്സിലായി. 5 minutes later. എന്താ മച്ചാ, നല്ല സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കാതെ എങ്ങനെ ഇരിക്കാനാ? രണ്ടുപേരും ബൈക്കില് ലോങ് ഡ്രൈവ്. ഒരേ റൊമാൻറ്റിക്. നടക്കട്ടെ. തേങ്ങ വൈ മച്ചാ കോക്കണേറ്റ്. എല്ലാത്തിനും നീ ഒറ്റ എടുത്തിനാടോ കാരണം? ഞാനെന്തേത്? ഇന്നലെ നീ ചെയ്ത് കൂട്ടിയതൊക്കെ ഇന്ന് എന്റെ പേരിലാ. എന്താണ് മച്ചാൻ പറയുന്നേ? എനിക്ക് ഒന്നും തിരിയുന്നില്ലെന്നേ. ഓ, ഇന്നലെ നീ ഡ്രിങ്ക് ചെയ്തിട്ട് എന്റെ മേലെ വോമിറ്റ് ചെയ്തിട്ടുണ്ടായി. ആ കറക്റ്റ് സമയത്താണെങ്കിൽ സ്റ്റേഡിയത്തിന്റെ അവിടെ കാന്താരി വന്നിട്ടുണ്ടായി. അപ്പോ കണ്ട് സംസാരിച്ചപ്പം ഒരു ബാഡ് സ്മെല്ല് എന്റെ അടുത്ത് വന്നപ്പോഴേ അവള് കരുതി ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെന്ന്. അതിന്റെ പേരും പറഞ്ഞ് ഇന്നലെ മുതല് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, എന്നെ അവോയ്ഡ് ചെയ്യാ. സംസാരിക്കുന്ന പോലും ഇല്ല, അറിയോ? മച്ചാ, അപ്പൊ നീയും എന്റെ കൂടെ ലവ് ഫെയിലിയർ ആയോ? സെയിം പിച്ച് മച്ചാ. രാജദ്രോഹി. ഇതൊക്കെ ഒരു രസല്ലേ? അല്ല, ലവ് ആവുമ്പം അതിൽ പിണക്കും ഒക്കെ സ്വാഭാവികല്ലേ? എന്നാലേ ഇത് വല്ലാത്തൊരു പിണക്കായി പോയി. അവളെ കയ്യോ കാലം പിടിച്ചിട്ട് പോലും അവളെന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്നേ. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടാ അവളെ സമാധാനപ്പെടുത്താന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതൊക്കെ പ്രണയത്തിന്റെ ഒഴുക്കില് പതിയെ റെഡി ആയിക്കോളുന്നേ. യു ചിൽ മച്ചാ. ഒഴുക്കല്ലടാ, പ്രളയം. എന്റെ പ്രണയത്തിലൂടെ ഇപ്പൊ പാഞ്ഞു കളിച്ചോണ്ടിരിക്കുന്നേ. ചെറിയമ്മേ, വെയിറ്റ്, നമുക്കേ ഇതിനെ കുറിച്ച് പിന്നെ വിശദമായിട്ട് സംസാരിക്കാം. ഓക്കേ, പോടാ. ചെറിയമ്മേ. അല്ല, ആ ഫോട്ടോയില് കാണുന്നത് ഭയങ്കര മണിക്കൂട്ടി ചേട്ടനല്ലേ? അതെ ഉണ്ണിമോളെ, രണ്ടാമത്തെ ഫോട്ടോയില് കാണുന്നത് ഭയങ്കരയും മണിക്കൂട്ടി ചേട്ടനോ? എന്ത് രസാ കാണാനേ. അല്ല, അപ്പോ ആദ്യത്തെ ഫോട്ടോയില് കാണുന്നതോ? ഇതോ? അല്ല, ഇത് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലടി, ആരാ? അത് ഋഷിയും ജൂലിയാ. ഋഷിയും ജൂലിയോ? അല്ല, അവരെ ഫോട്ടോ എന്താ ഇവിടെ? ഓ, കസിൻസ് ആയോണ്ടായിരിക്കല്ലേ? അല്ല, ഇത് ഋഷിന്റെ വീടാ. അതായത് അവരെ തറവാടാ. മണിക്കുട്ടനും പൈങ്കിളിയൊക്കെ അവരെ അച്ഛന്റെ ജോലി അങ്ങോട്ടായോണ്ടാ അങ്ങോട്ടേക്ക് വീട് മാറിയേ. പക്ഷെ ഋഷിയും ജോലിയൊക്കെ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയാ. ഓ, അങ്ങനെ. അല്ല ഉണ്ണിമോളെ, ഈ പൈങ്കിളി എവിടെ പോയി? അവള് പുറത്ത് ഫോണിയാടി. ഓ, ജിമിൻ കിളിനോടായിരിക്കും. അതെ,
രമ്യക്കുട്ടി. കുട്ടുവേ, ചെറിയമ്മേ, സുഖം തന്നെയല്ലേ? ഓ, എനിക്ക് എന്താടാ സുഖായിട്ടിരിക്കുന്നേ. അല്ല, എവിടെ പിങ്കി എവിടെ? അത് ഇവിടെ ഉണ്ടായിരുന്നേ. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോയതാ. ചിലപ്പോ ഫോൺ ചെയ്യാനൊക്കെയായിരിക്കും. ഓ, വന്ന് കയറിയപ്പോ തന്നെ ഫോണും കൈയായിട്ട് പോയോ? രമ്യക്കുട്ടി, ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. എന്തേ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തേ? ഞാൻ നിന്നോട് എപ്പോഴോ പെണിഞ്ഞതല്ലേ. ഞാൻ പെണിഞ്ഞാരോടൊന്നേ അങ്ങനെ മിണ്ടറില്ല കേട്ടാ. ഇങ്ങനെ പെണിഞ്ഞാൽ എങ്ങനെ മോളൂസേ? മോന്റെ അവസ്ഥ കൊണ്ടല്ലേ വരാണ്ടിരുന്നേ. ഇനി കറക്റ്റ് ടൈമിന് വരും. ഓക്കേ, വിശ്വസിക്കാവോ? ഓഫ് കോഴ്സ് രാജമാതാ. അപ്പൊ ശരി. പിന്നെ ഇതാരാന്ന് ചോദിച്ചില്ലല്ലോ. അതൊക്കെ ചോദിച്ചെന്നെ അറിയണമെന്നുണ്ടോ? അത് ഗൗതമ, എനിക്കറിയാം. ആഹാ, അമ്മക്ക് എന്നെ അറിയോ? പിന്നെ അറിയാതെ ഫോണ് വിളിച്ച ഏത് നേരം കേൾക്കുന്ന ഒരേ ഒരു പേര് ഗൗതം ഗൗതം ഗൗതം. അപ്പൊ പിന്നെ എങ്ങനെ അറിയാണ്ടിരിക്കാനാ? അല്ല, മക്കൾക്ക് സുഖം തന്നെയല്ലേ? ഓ, സുഖമായിട്ടിരിക്കണം അമ്മേ. അല്ലടി, നിങ്ങൾ എന്താ പള്ളിനെ പോലെ അവിടെ ചുമരപ്പ് പറ്റി നിൽക്കുന്നേ? ഇങ്ങ് വാന്നേ. ഓ, രാജമാതാവ് ആദ്യം മകനെ സന്ദർശിച്ചിട്ട് എന്ന് ചോദിച്ച് മാറി നിന്നതാ. ഇവനൊക്കെ എപ്പോ വേണമെങ്കിൽ കാണാം. നിങ്ങൾ അങ്ങനെയാണോ? കൊല്ലത്തിലൊരിക്കലല്ലേ അങ്ങോട്ട് വരില്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ആന്റി, ഞങ്ങള് അത്ര ദൂരായി പോയില്ലേ. ഇതേപോലെ എന്തെങ്കിലും ചാൻസ് കിട്ടിയാലല്ലേ വരാൻ പറ്റത്തുള്ളൂ. അല്ല, എത്രയായി അമ്മ ആന്റിനോട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നേ? ആന്റിക്കെങ്കിലും ഞങ്ങൾ തേടി അങ്ങോട്ട് വന്നൂടെ? ഓ, അതിനൊക്കെ ഒരു ഒഴിവ് കിട്ടണ്ടേടി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹിക്കുമ്പോ ഇവറ്റിങ്ങളെ നിന്നരണ്ടേ. ഇവറ്റിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്ന് ഇവിടെ നിന്നിക്കുകയാണെങ്കിൽ എനിക്ക് അച്ഛമ്മനെ ഇവരെ ഏൽപ്പിച്ചിട്ട് അങ്ങ് വരാനുള്ളതേ ഉള്ളൂ. അതെങ്ങനെ കൊല്ലത്തിലൊരിക്കലല്ലേ ഇവന്മാരെന്നെ അങ്ങോട്ടേക്ക് പോരുന്നേ? പിന്നെ ഞാൻ എങ്ങനെ വരാനാ? അല്ല തമ്പുരേ, നിന്റെ നടുക്കുള്ള കൊച്ച് കാവ്യാന്റിന്റെ മോളാ ആന്റി. ഓ ഓ ഓ, അത് ശരി, കാവ്യന്റെ മോളല്ലേ? പേര് രുദ്ര. അവളെ വീട്ടില് ഉണ്ണിമോളെന്നാ വിളിക്കാറ്. അത് ശരി, നല്ല പേര്. പിന്നെ ഇല്ലാണ്ടിരിക്കോ? അല്ല, അനക്ക് പരിചയണ്ടോ? പിന്നെ ഇതെന്താ ചോദ്യമേ? അവര് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണേ. അല്ല ഋഷി? യാ, ഓഫ് കോഴ്സ്. അത് ശരി. ആ, നിന്നെ പോലെ തന്നെ മാമി ചില്ലാണല്ലോടാ. പിന്നല്ല. എന്നാ നിങ്ങൾ ചെല്ലേ, അച്ഛമ്മ അത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഞാൻ പോയിട്ടേ എല്ലാവർക്കും ജ്യൂസ് എടുക്കട്ടെ. ശരി ചെറിയമ്മേ. എടാ വാടാ. ആ, വരുന്നേ. എടാ മച്ചാ വാ. എടാ ഞാനെന്തിനാ? നിങ്ങൾ പോയി കണ്ടിട്ട് വാ. വാടാ. ഓ, ഇവനെടുത്തൻ ഓരോ ദിവസം കഴിയുമ്പോഴും എന്നെ പതപ്പിച്ചത് മതി. സത്യം പറ, എത്ര നേരം എന്തെടുക്കുമായിരുന്നു? രമ്യക്കുട്ടി, അതെ എന്റെ ഫ്രണ്ട് വിളിച്ചതാ. അവക്ക് നോട്ട്സ് കൊടുത്തായിരുന്നു. അതിലെന്തോ ഒരു ഡൗട്ട്, അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അതാ, ഇവിടെയാണെങ്കിൽ റേഞ്ച് കിട്ടത്തില്ലല്ലോ. അതാ പുറത്ത് പോയി സംസാരിച്ചോണ്ടിരുന്നേ. അത് ശരി. വന്നപ്പോ മുതലേ ആ കൊച്ചിനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. നീ അവളെന്നെ വിളിച്ചേ? അല്ല, അവള് ആളൊരു സൈലന്റ് ആണല്ലേ? സൈലന്റ് ഒന്നല്ല, ചിലപ്പോ അമ്മായമ്മനെ കണ്ട ബഹുമാനം കൊണ്ടായിരിക്കും. എന്ത്? അതൊന്നുമില്ല. മോളെ, ഉണ്ണിമോളെ. വാട്ട് എ ടൈമിംഗ്. நீழல் தரும் இவள் பார்வை வழியெங்கும் இனி தேவை. உயிரே உயிரே உயிர் நீதான் என்றால் உடனே வருவாய். മോനെ, അവക്കൊന്നും പറ്റിയില്ലല്ലോ. വാട്ട് എ കെയറിംഗ് അമ്മായിയമ്മ. അറിയോ? ഓക്കേ ബേബി. മാറി പിങ്കി. മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? എവിടെങ്കിലും പരിക്ക് പറ്റിയോ? ഇല്ല ആന്റി, പരിക്കൊന്നും പറ്റിയില്ല. വാട്ട് എ കെയറിംഗ് മൊമെന്റോ. കണ്ടടാ ചേട്ടാ, ഭാവി മരുമോളോട് അമ്മായിമ്മന്റെ കെയറിംഗ് കണ്ടോ? കാണുന്നുണ്ട് കാണുന്നുണ്ട്. അഥവാ നീ പറഞ്ഞ പോലെ ഇവളെങ്ങാനും എന്റെ അമ്മയ്ക്ക് മരുമോളായി വന്ന പഴനിയിൽ പോയി. അല്ല, നിന്നെ മുട്ടയടിപ്പിക്കാൻ പോവാ. എടേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലോ. ഇവളെങ്ങാനും എന്റെ അമ്മന്റെ മരുമോളായ ഞാൻ നിന്റെ തല മുട്ടയടിപ്പിക്കും. നിന്റെ കല്യാണത്തിന്റെ